ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു മീൻ കറിയാണേ. നെയ്മീനാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 1/2 കിലോളം ഉണ്ട്. അതെടുത്ത് നമ്മൾ കഷ്ണങ്ങളാക്കി ഉപ്പും മഞ്ഞളും തിരുമ്മി വെച്ച് ആദ്യമേ. അപ്പോൾ ആ ഉപ്പും മഞ്ഞളും തിരുമ്മി വെച്ചിട്ട് നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. കുറച്ച് വെളിച്ചെണ്ണ മതി, ഒത്തിരി വേണ്ട. അല്ലെങ്കിൽ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്താൽ മതിയേ. അപ്പം അതിനകത്തേക്ക് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന മീനിൻ്റെ പീസസ് എല്ലാം കൂടി ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഒത്തിരി മൂപ്പിക്കണ്ട, 2 വശം ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു മിനിറ്റ് വെച്ചൊക്കെ 1.5 മിനിറ്റ് വെച്ചൊക്കെ കിടന്നാൽ മതി. അപ്പോൾ അതിങ്ങനെ നമ്മൾ കറിക്കകത്തിടുമ്പം അത് കഷ്ണങ്ങൾ പെട്ടെന്ന് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളതെല്ലാം നിരത്തി അത് തിരിച്ചും മറിച്ചും ഇട്ട് ഇങ്ങനെ ഒന്ന് ഒരു മീൻ കഷ്ണത്തിൻ്റെ ഒരു ഉറപ്പ് വന്നാൽ മതി. അത് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് എടുത്തു വെക്കാം. എടുത്തു വെച്ചിട്ട് പിന്നെ ഇപ്പം ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഇപ്പം ഇത് അറിയാവുന്നവർ ഒത്തിരി പേരുണ്ടായിരിക്കും. പക്ഷെ അറിയത്തില്ലാത്ത തുടക്കക്കാരായിട്ടൊക്കെ ഉള്ളവരില്ലേ, അവർക്കൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പം അങ്ങനെ ഇതെടുത്ത് വെച്ച് ഇത് മീനെല്ലാം നമ്മൾ 2 വശവും ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് കോരി വെക്കണേ. അത് തിരിച്ചും മറിച്ചിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് കോരി വെക്കണം. എന്നിട്ട് നമ്മളിവിടെ ഒരു ചട്ടിക്കകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനാവശ്യത്തിനുള്ള കഷ്ണങ്ങളൊക്കെ മുങ്ങിക്കിടക്കാൻ മിച്ചമുള്ള വെള്ളം വേണേ. എടുത്തിട്ട് അതിനകത്തോട്ട് 3 ഇയോളം പുളിയൊക്കെ എടുത്തിട്ട് കുടംപുളി എടുത്ത് കഴുകി അതിനകത്തോട്ടിട്ട് തിളപ്പിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ തിളപ്പിക്കുന്നേ. അത് കുറച്ച് നേരം തിളച്ച് കഴിയുമ്പോൾ അതിനകത്ത് കുറേ പുളി ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ പുളി അങ്ങ് കോരി വെച്ചിട്ട് പിന്നെ അതിനകത്തോട്ട് പൊടി ചേർക്കുന്നത്. അപ്പോൾ അതിനുള്ള പൊടികളൊക്കെ ഞാൻ ആദ്യം ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞ് പുളി എടുത്തു കഴിഞ്ഞ് ഇപ്പം പൊടികളൊക്കെ നമ്മൾ അതിനകത്തോട്ട് ഇട്ട്, അപ്പോൾ അതിനകത്ത് എടുത്തിരിക്കുന്ന നമ്മൾ ഒരു 2 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഒത്തിരി ഇഷ്ടമില്ലാതെ 1/2 സ്പൂൺ ചേർത്താലും മതിയേ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇത്രയും പൊടികളാണ് ചേർക്കുന്നത്. പിന്നെ ഉപ്പ് നമ്മൾ കുറച്ച് ചേർത്തിട്ടുണ്ടല്ലോ, അതിന് കുറച്ച് കഴിഞ്ഞ് പിന്നെ മീനിനും നമ്മൾ ഉപ്പ് തിരുമ്മി വെച്ചാണല്ലോ. അപ്പോൾ അത് നോക്കിയിട്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതിയേ. അപ്പോൾ ഈ അരപ്പെല്ലാം കൂടെ തിളച്ച് വരുന്നതിന് നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണം എല്ലാം കൂടെ ഇതിനകത്തോട്ടങ്ങ് ഇടും. അതിനകത്ത് മിച്ചമുള്ള എണ്ണ എല്ലാം കൂടെ ഒത്തിരി എണ്ണ മിച്ചം വരത്തക്ക പോലെ നമ്മൾ ഒഴിക്കുന്നില്ലല്ലോ, അരപ്പെണ്ണയ്ക്കുള്ള അതും കൂടെ ഇതിനകത്തോട്ടങ്ങ് ഒഴിച്ചിട്ട് പിന്നെ അതിന് വേണ്ടുന്ന സവോള, ചെറിയുള്ളിയുള്ളവർ ചെറിയുള്ളി കീറിയിട്ടാൽ മതിയേ. ചെറിയുള്ളി മുഴുത്ത ഉള്ളിയാണ് ഒരു 5-6 കീറിയിട്ടാൽ മതി. ഇതിപ്പോൾ ഞാനൊരു ചെറിയ സവോളയുടെ പകുതി അരിഞ്ഞിട്ടു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു, ഒരു 1/2 ടീസ്പൂൺ വെച്ച് മതി. അതെല്ലാം കൂടെ ചേർത്ത് ഒരു 15 മിനിറ്റ് തീയിലിരുന്ന് തിളയ്ക്കണം. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ചട്ടി എടുത്ത് ചുറ്റിച്ച് കൊടുക്കണേ, അടിയിൽ കഷ്ണങ്ങൾ കരിഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണേ. അത് കഴിഞ്ഞ് നമ്മൾ ഇത് കടുക് പൊട്ടിക്കുവാണേ. കടുക് പൊട്ടിച്ച് അതിനെ ഉള്ളി എണ്ണ ഒഴിച്ച് ചൂടായിരുമ്പോഴത്തേനും കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് മൂപ്പിച്ച് ഒരു ചെറിയ ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും നമ്മൾ ഈ കറിക്കകത്തോട്ട് എടുത്ത് ഒഴിക്കണേ. അങ്ങനെ നമ്മൾ കറി ഇപ്പം കടുകൊക്കെ പൊട്ടിച്ച് റെഡിയാക്കി. ഇപ്പം ഇനി അത് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച്, മീൻകറി എപ്പോഴും കുറച്ച് നേരം ഇരിക്കുന്ന അതിൻ്റെ ടേസ്റ്റേ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനിയും അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്.